നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം നമ്മോട് സംസാരിക്കുകയാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. LDFിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ ഘട്ടം എവിടെയാണ്, എങ്ങനെയാണ്, ഏത് സമയത്താണ് ഉണ്ടാവുക? ഞങ്ങൾ സാധാരണ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഒരു രീതിയുണ്ട്. താഴെ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ ഒരഭിപ്രായം കേട്ട് അത് ആ ജില്ലയുടെ കമ്മിറ്റിയുടെ അഭിപ്രായവും കേട്ടതിന് ശേഷമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിന്മേലൊരു തീരുമാനം എടുക്കുക. അതിപ്പോൾ ഏത് തിരഞ്ഞെടുപ്പായാലും ആ പ്രോസസ്സുണ്ട്. ഇപ്പോൾ പെട്ടെന്നാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നത് എന്നതുകൊണ്ട് പ്രഖ്യാപിച്ചതിന് ശേഷമാവുന്നു മാത്രമേ ഉള്ളൂ. മറ്റേതെല്ലാം നേരത്തെ തന്നെ ഇന്ന സമയത്ത് തിരഞ്ഞെടുപ്പ് നടക്കും എന്ന ഒരു ഊഹവും ഒരു സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. ഈ പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷം വന്ന സാഹചര്യത്തിൽ ഇതെല്ലാം അങ്ങ് മാറിപ്പോയി. അതുകൊണ്ടാണ് ഈ താമസം വന്നത്. അപ്പോൾ ഈ പ്രക്രിയ ചെയ്ത് തീർത്താലും നോമിനേഷൻ കൊടുക്കാനുള്ള സമയം പിന്നെയും ബാക്കി നിൽക്കുന്നുണ്ട്. മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ നല്ല നിലയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ 2 ദിവസം കൂടി വേണം എന്നത് ഒരു തരത്തിലും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ബാധിക്കുന്നില്ല. വെള്ളിയാഴ്ച കൂടി സ്ഥാനാർത്ഥി അറിയാമെന്ന് തീർച്ചയായും മിക്കവാറും അത് അങ്ങനെയാണ് സാധിക്കുന്നത്. രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ LDFിൻ്റെ ഒരു MLA ആയിരുന്ന ആൾ രാജിവെച്ച ഒരു സ്ഥലത്താണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. അയാൾ UDFുമായി ചില തർക്കങ്ങളുണ്ടെന്നാൽ പോലും UDF പക്ഷത്തേക്ക് നിൽക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. LDFിനെ സാധ്യതകളെ ബാധിക്കുമോ? LDFിന് നല്ല അടിത്തറയുള്ള മണ്ഡലമാണ് നിലമ്പൂർ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും LDF ജയിച്ചു. ഈ മണ്ഡലത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ചിലതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരണം നടത്തുന്നത്. പിന്നെ ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 2 ഗവൺമെൻറ്റുകളുടെ കാലത്ത് വലിയ തോതിലുള്ള വികസന പ്രവർത്തനമാണുള്ളത്. ഏകദേശം ഒരു 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, റോഡുകൾ, മറ്റ് വികസന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ജനങ്ങൾ കാണുകയാണ്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കളാണല്ലോ ജനങ്ങൾ. സാമൂഹ്യക്ഷേമ പെൻഷനായാലും മറ്റ് വികസന പ്രവർത്തനങ്ങൾ എന്തായിരുന്നാലും. അപ്പോൾ അതുകൊണ്ട് LDFിന് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. LDFിലെ ഒരു MLA ആയി 8 കൊല്ലം 9 കൊല്ലത്തോളം പ്രവർത്തിച്ച ഒരാൾ LDF വിട്ടുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ CPIMലെ ഒരു മെമ്പർ പോലും പോയിട്ടില്ല. പാർട്ടിക്ക് യാതൊരു ക്ഷതവും ഏൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ഉറച്ച ആത്മവിശ്വാസത്തിലാണ്. ആത്മവിശ്വാസം കുറയേണ്ട ഒരു സാഹചര്യവും കാണുന്നില്ല. അൻവറിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ പിണറായി സത്തെ തോൽപ്പിക്കാനാണ് അദ്ദേഹം ഈ ഇലക്ഷനിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എഫക്റ്റ്, അൻവർ എഫക്റ്റ് CPMനെ ബാധിക്കുമോ? ഒരിക്കലുമില്ല. അതൊക്കെ മോദിയാണ് കുറച്ചുകൂടി മെച്ചം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അതിൻ്റെ പൊള്ളത്തരം എല്ലാവർക്കും വ്യക്തമാണ്. ഒക്കെ രാഷ്ട്രീയമായൊരു പാപ്പരത്തമാണ്. പിണറായിസം എന്ന് പറയുന്ന ഒരു ഈസമൊന്നും കേരളത്തിലില്ല. അതൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല. പിണറായിയെ അറിയാത്തവരല്ല കേരളത്തിലെ ജനങ്ങൾ. അദ്ദേഹം മുഖ്യമന്ത്രിയായത് 2016 മാത്രമേ ഉള്ളൂ. CPIMൻ്റെ നേതാവ് എന്ന നിലയിൽ ജനങ്ങളോടൊപ്പം ജീവിച്ച ഒരാളാണ് അദ്ദേഹം. ആരാണ്, എന്താണ് എന്നൊക്കെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള അപവാദ പ്രചരണമൊന്നും CPIMനെയോ പിണറായിയെയോ ഒരു തരിമ്പ് പോലും ബാധിക്കില്ല. ഒരു നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോയി ഒരു എഡ്ജ് ഉണ്ടാക്കിയെന്നാണ് UDF പറയുന്നത്. അത് മറികടക്കാൻ കഴിയുമോ വൈകുമ്പോൾ? അത് ഞങ്ങൾ 2 മാസങ്ങൾക്ക് മുമ്പൊക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ച കാലമൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് 96 തെരഞ്ഞെടുപ്പിൽ ഞാനന്ന് മത്സരിക്കുകയും MLA ആയിരുന്നു. 2001 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾ 2 മാസം മുമ്പ് സ്ഥാനാർത്ഥികളെ ഏകദേശം ഒരു ധാരണയുണ്ടാക്കി പ്രവർത്തനത്തിന് ഇറങ്ങി. അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടായില്ല. 2001 LDF പരാജയപ്പെട്ടു, UDF ഗവൺമെൻറ് വന്നു. ഇതൊക്കെ സാങ്കേതികമായ പ്രശ്നങ്ങളാണ്. സംഘടനാപരമായി ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുമെന്നുള്ളത് നാട്ടുകാർക്കൊക്കെ അറിയാം. ആ സംഘടനാ പ്രവർത്തനം ഞങ്ങൾ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, എല്ലാവരും സുസജ്ജരാണ്. ഇനി സ്ഥാനാർത്ഥി വന്നാൽ സ്ഥാനാർത്ഥിയുടെ പേര് വെച്ച് പോസ്റ്റർ ഒട്ടിക്കുക, പ്രചരണം ജനങ്ങളിലെത്തിക്കുക എന്നതൊരു പണി മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം സംഘടനാപരമായി ചെയ്യാനുള്ള ശേഷി, സംഘടനാ ശേഷി CPIMനും LDFനുണ്ട്. LDF ഒറ്റക്കെട്ടായി അത് ചെയ്തുകൊണ്ടിരിക്കുക. 2ാം പിണറായി സർക്കാരിൻ്റെ ഒരു 4ാം വർഷത്തിൽ നടക്കുന്ന ഒരു അവസാന ഘട്ടത്തിലെ ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. അതൊരു സർക്കാരിൻ്റെ വിലയിരുത്തലായി മാറും എന്ന് വിലയിരുത്താമോ, പറയാമോ? സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ 2ാം ഗവൺമെൻറ്റിൻ്റെ വാർഷിക പരിപാടികളിലും മറ്റും നല്ല നിലയിൽ വിശദീകരിക്കുന്നുണ്ട്. വലിയ ജനപങ്കാളിത്തത്തോടെ നടക്കുന്നു.
സർക്കാരിന് നല്ല അംഗീകാരമുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായിട്ടത് ഒരു വിലയിരുത്തലാണെന്നോ അല്ലെങ്കിൽ ഹിതപരിശോധനയാണെന്നോ പറയേണ്ട കാര്യമില്ല. ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ വിലയിരുത്തലാണെന്ന് പറയാനുള്ളൊരു ഒരു ആത്മവിശ്വാസക്കുറവുണ്ടോ CPM? ഒരിക്കലുമില്ല. അങ്ങനെയൊന്നും ഒരു വെല്ലുവിളി ഒരു കാലത്ത് ഞങ്ങൾ നടത്താറില്ല. അതെല്ലാം ഒരു എന്താ പറയുക, മാധ്യമ ഭാഷയിൽ വരുന്ന ചില പ്രശ്നങ്ങളാണ്. ഞങ്ങൾ ഏത് തെരഞ്ഞെടുപ്പിനെയും ജനങ്ങളുടെ മുമ്പിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുക, ജനഹിതം ഉയർത്തിക്കൊണ്ടുവരിക, അനുമാനിക്കുക, ഇതാണ് ഞങ്ങൾ എടുക്കുന്ന നിലപാട്. ഞങ്ങൾ കുറച്ച് ആത്മവിശ്വാസമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ. BJP സ്ഥാനാർത്ഥി നിർത്തില്ല എന്ന് പേർക്കുന്നു, ഫൈനലൈസ് ചെയ്തിട്ടില്ല, എന്നാൽ പോലും നിർത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇല്ല, BJP ഇവിടെ വലിയ ഘടകമല്ല. BJPക്ക് ഇപ്പോൾ കേരളം ആകെ പിടിക്കാൻ പോകുന്നു എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖരന് ഇവിടെ ഈ മണ്ഡലത്തിലൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ BJPയുടെ ഒരു പരാജയമാണ്, അല്ലെങ്കിൽ ഒരു ബലഹീനതയാണ് അത് കാണിക്കുന്നത്. ദേശീയ പാർട്ടിയാണെന്ന് പറയുക, കേരളത്തിലൊരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് പറയുക, അതെല്ലാം അവരുടെ ഏറ്റവും മോശപ്പെട്ട ഒരു രീതിയാണ്. അതിനപ്പുറം എന്തെങ്കിലും ഒരു ആ വോട്ടുകൾ, ഇത് ഏത് വാർത്തയിലൊരു 10,000 വോട്ടെങ്കിലും അവരുടെ വോട്ടുണ്ടാവും, ആ വോട്ടുകൾ മറിയാനോ അതിലെന്തെങ്കിലും ഒരു അങ്ങനെ ധാരണ സംശയമല്ലോ? ഒരു സംശയമില്ല, അതൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും അടിയൊഴുക്കോ അന്തർധാരകളോ ഉണ്ടോ എന്ന് കൂടുതൽ നിരീക്ഷിച്ചതിന് ശേഷം പറയാൻ പറ്റും. ഇപ്പോൾ അത് പറയാറായില്ല. എന്തായാലും രാഷ്ട്രീയമായ പിന്നെ തെരഞ്ഞെടുപ്പ് അല്ലെ ഭരണം മുൻനിർത്തി തന്നെയായിരിക്കും പ്രചരണം, ക്യാമ്പയിൻ അത് തന്നെയായിരിക്കും. അല്ല, അത് സ്വാഭാവികമാണല്ലോ. അതിലെല്ലാം ഉപരി ഇന്ത്യൻ രാഷ്ട്രീയം, ഈ ദേശീയ രാഷ്ട്രീയത്തിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഉറച്ചു നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയമാണ് കേരളത്തിലെ ഇന്നത്തെ എല്ലാ നേട്ടങ്ങളുടെയും അടിസ്ഥാനം. ഭൗതികമായ നേട്ടങ്ങൾ മാത്രമല്ല, മനുഷ്യർക്ക് സമാധാനപരമായി അന്തി ഉറങ്ങാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഈ കേരളത്തിലുണ്ട്. അതിന് വഴിവെച്ചത് LDF ആണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോഴും മനുഷ്യരുടെ അവസ്ഥ വളരെ എന്താ പറയുക, അനിശ്ചിതത്വത്തിലാണ്. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കും. മതസൗഹാർദ്ദം, മതനിരപേക്ഷത, മനുഷ്യർക്ക് മനുഷ്യരായി ജീവിക്കാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യം, ഇതെല്ലാം നിലനിൽക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ബലം കൊണ്ടാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അവസാനം ഒരു കാര്യം കൂടി, പിന്നെ LDFനോട് ഇടഞ്ഞാണ് PV അൻവർ ഇറങ്ങിയത്. ഇപ്പോൾ LDFും UDFും PV അൻവറും തമ്മിലുള്ള ആ ഒരു പോരാട്ടം കാണുമ്പോൾ പുറത്ത് നിരീക്ഷിക്കുമ്പോൾ എന്ത് തോന്നുന്നു? അതെ, ഈ ഒരു വ്യക്തമായ രാഷ്ട്രീയ നിലപാടില്ലാതെയാണ് അൻവർ ഇതുവരെ പരിഹസിച്ചുകൊണ്ടിരുന്നത്. LDFനെയും മുഖ്യമന്ത്രിയും ഒക്കെ തേറി പറഞ്ഞുകൊണ്ടിരുന്നു. അത്തരത്തിലുള്ള നിലപാടുകൾക്ക് അധികം ആയുസ്സുണ്ടാവില്ല. ഒരു രാഷ്ട്രീയ നിലപാട് എടുക്കുമ്പോഴാണ് അവർക്ക് എന്തെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹം കൈക്കൊണ്ട നിലപാടിൻ്റെ ഒരു പരാജയം അദ്ദേഹം മനസ്സിലാക്കും. എന്തായാലും അൻവർ എഫക്റ്റ് ഉണ്ടാവില്ല, LDF ആത്മവിശ്വാസത്തോടെ തന്നെ വിജയിക്കുമെന്ന് പറഞ്ഞു വെക്കുകയാണ് എളമരം കരീം. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 നിലമ്പൂർ.